നമസ്കാരം. പൊതുമേഖലാ ടെലികോം കമ്പനിയായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന BSNL ഇപ്പോൾ 4G വ്യാപനത്തിന്റെ തിരക്കിലാണ്. സർക്കാരിൽ നിന്ന് ലഭിച്ച വിവിധ രക്ഷാ പാക്കേജുകളുടെ ബലത്തിലാണ് BSNL ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 2027 സാമ്പത്തിക വർഷത്തോടെ കമ്പനിയെ ലാഭത്തിലാക്കാനുള്ള പദ്ധതികളും ഇപ്പോൾ തയ്യാറാക്കി നടപ്പിലാക്കി വരുന്നുണ്ട്. എങ്കിലും BSNLന് ധാരാളം കടബാധ്യതകളും അതിനെ തുടർന്നുള്ള സാമ്പത്തിക ഞെരുക്കവും ഒക്കെയുണ്ട്. അനാവശ്യ ചെലവുകൾ കുറച്ചും മറ്റും ചിലവ് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുമുണ്ട്. എങ്കിലും 4G വ്യാപനം മുന്നോട്ട് കൊണ്ടുപോകാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന BSNL, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് എന്ന MTNL എന്നീ പൊതുമേഖലാ ടെലികോം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ധാരാളം കടവും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സമ്പത്ത് കാലത്ത് സ്വന്തമാക്കി വെച്ച ആസ്തികൾ പലതും ഇപ്പോഴും കൈവശമുണ്ട്. സ്ഥാപനത്തിന്റെ ആസ്തിയായിട്ടുള്ള ഭൂമികളും കെട്ടിടങ്ങളും ഒക്കെ വിറ്റ് ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് BSNLനോടും MTNLനോടും 2023 നിർദ്ദേശിച്ചിരുന്നു. BSNLന്റെ 18,200 കോടി രൂപയുടെ ആസ്തികളും MTNLന്റെ 5,158 കോടി രൂപയുടെ 6 ആസ്തികളും പണം കണ്ടെത്തുന്നതിനായി ഉപയോഗിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് 2023 അംഗീകാരം നൽകിയിട്ടുണ്ട്. തുടർന്ന് 4G വ്യാപനത്തിനായും മറ്റു പ്രവർത്തന ചെലവുകൾക്കായും ഈ ആസ്തികളിൽ ചിലത് വിൽക്കാനുള്ള നീക്കങ്ങൾ BSNL കഴിഞ്ഞ വർഷം മുതലേ ശക്തിപ്പെടുത്തിയിരുന്നു. ഇതിനകം ചില ആസ്തികൾ വിറ്റ് പണം കണ്ടെത്താൻ BSNLന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് BSNL, MTNL എന്നീ രണ്ട് പൊതുമേഖലാ ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി പാഴ്സലുകൾ ഉപയോഗിച്ച് ഈ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 1000 കോടി രൂപ സമാഹരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു എന്നാണ്. സർക്കാർ തരത്തിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മണി കൺട്രോൾ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ധനമന്ത്രാലയത്തിന്റെ പൊതുസംരംഭ വകുപ്പ്, അതായത് DP, തിരിച്ചറിഞ്ഞ ഭൂമി ആസ്തികൾ വിറ്റോ പാട്ടത്തിന് നൽകിയോ വരുമാനം കണ്ടെത്താനാണ് നീക്കം. കടബാധ്യത ലഘൂകരിക്കുന്നതിനും ഈ ടെലികോം കമ്പനികൾക്ക് പണ ലഭ്യത മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിൽപ്പന അല്ലെങ്കിൽ പാട്ടത്തിന് നൽകൽ എന്നിവയ്ക്ക് അനുയോജ്യമായ ആസ്തികൾ DP ശുപാർശ ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 7 പൊതുമേഖലാ ബാങ്കുകളിലായി MTNL 8,346 കോടി രൂപയുടെ വായ്പകൾ തിരിച്ചടയ്ക്കാനുണ്ട്. ഈ പണം അടയ്ക്കുന്നതിൽ നിലവിൽ വീഴ്ച വന്നിട്ടുണ്ട്. 2025 മാർച്ച് 31 കണക്കനുസരിച്ച് MTNLന്റെ മൊത്തം കടബാധ്യത 33,000 കോടിയിലധികമാണ്. BSNLന്റെ കാര്യമെടുത്താൽ 2024 നവംബർ വരെ BSNLന് 23,297 കോടി രൂപയുടെ കടബാധ്യതയുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കടബാധ്യതകളെ നേരിട്ട് പിടിച്ചു നിൽക്കുന്നതിലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 4G വ്യാപനം പൂർത്തിയാക്കുന്നതിനും BSNL 5G സേവനങ്ങൾ ആരംഭിക്കുന്നതിനുമൊക്കെ പണം കണ്ടെത്തേണ്ടതുണ്ട്. അതിനാൽ ആസ്തി വിൽപ്പന അനിവാര്യമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മെറ്റൽ സ്ക്രാപ്പ് ട്രേഡിംഗ് കോർപ്പറേഷൻ വഴി 27-ലധികം ലാൻഡ് പാഴ്സലുകൾ നേരത്തെ BSNL ഈ ലേലത്തിൽ വച്ചിരുന്നു. ഇതിനകം വിരലിലെണ്ണാവുന്നവ മാത്രമാണ് വിറ്റുപോയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷമായുള്ള കണക്കെടുത്താൽ BSNLന് ഒന്നിലധികം ദുരിതാശ്വാസ പാക്കേജുകളും ലഭിച്ചിട്ടുണ്ട്. എങ്കിലും 4G വ്യാപനം പൂർത്തീകരിക്കാൻ ഇനിയും ഫണ്ട് ആവശ്യമാണ്. അതേപോലെ വരുമാനം കുറവായതിനാൽ ചിലവുകൾ നടന്നു പോകുന്നതിനും പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു.